ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് പാൽക്കോവാന്നും പാൽ കട്ടീന്നും അതുപോലെ കട്ട മിഠായി എന്നൊക്കെ പറഞ്ഞ് പണ്ട് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന നല്ലൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. ഇതിന് മുന്നേ നമ്മൾ പുളിമിഠായും അതുപോലെ തേൻ മിഠായി, പിന്നെ നമ്മൾ പണ്ട് കാലത്ത് വാങ്ങിച്ച് കഴിക്കുന്ന സിപ്പപ്പ്, പിന്നെ നമ്മുടെ പാൽപേടയുടെ ഒക്കെ റെസിപ്പി നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുക, അതിനകത്തൊന്ന് ചെക്ക് ചെയ്താൽ മതി. ഈ പാൽക്കട്ടിയൊന്നും ഇന്ന് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടാൻ പോലും ഇല്ല. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായി വന്ന പാനിനകത്തോട്ടേക്ക് ഒന്നുകിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം. ബട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് 1/2 കപ്പ് നെയ്യാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1 കപ്പ് മൈദ, 1 കപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കപ്പ് മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബൗൾ എടുക്കുക. ആ ബൗളിന് കണക്കായിട്ട് തന്നെ എല്ലാ അളവും എടുത്താൽ മതി. 1/2 കപ്പ് നെയ്യ് എടുക്കുന്ന സമയത്ത് 1 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദ ചേർത്ത് കഴിഞ്ഞാൽ ലോ ടു മീഡിയം ഫ്ലെയിമിലിടണം, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ആദ്യം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. അതായത് ഒത്തിരി ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നെയ്യോ അതല്ലെങ്കിൽ ബട്ടറോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലതുപോലെ മിക്സായി കണ്ടില്ലേ, എല്ലാം ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് തോന്നിയത് കൊണ്ട് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം ഒരു 1/2 കപ്പ് നെയ്യ് ചേർത്തു, പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് ഒത്തിരി കട്ടി, അതായത് ഡ്രൈ ആയി പോകാനും പാടില്ല, ഒത്തിരി ലൂസായിട്ട് പോകാനും പാടില്ല. ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം, നമ്മൾ കണ്ടില്ലേ ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിനകത്തോട്ടേക്കാണ് മാറ്റുന്നത്. ഇനി ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ. ഒത്തിരി ചൂടാറാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കൈ കൊണ്ട് തൊടുന്ന സമയത്ത് ഒരു ചെറു ചൂട് വേണം നമ്മൾ ഈ കുഴച്ചെടുക്കുന്ന സമയത്ത്. ഒത്തിരി തണുക്കാൻ വേണ്ടി നിൽക്കരുത്. അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് തൊട്ട് നോക്കാം. ഇപ്പോൾ ചെറിയൊരു ചൂടേ ഉള്ളൂ. ഇതിനകത്തോടേക്ക് ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതുപോലെ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിനകത്തോട്ടേക്ക് പഞ്ചസാരയാണ്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പൊടിച്ച പഞ്ചസാര വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ 1 കപ്പ് മൈദ അളന്ന അതേ കപ്പിന് തന്നെ പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് കേട്ടോ പറയുന്നത്. 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം മുഴുവൻ പഞ്ചസാരയും ചേർക്കാതെ കുറച്ചായി ചേർത്തിട്ട് വേണം യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രീതിയിൽ നല്ല മാവ് പോലെ നമുക്ക് ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന പോലെ കണ്ടില്ലേ, നന്നായിട്ട് ഇതുപോലെ കുഴഞ്ഞു കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി സെറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ബൗൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് നെയ്യ് തടവിയിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ പാൽക്കട്ടിയുടെ ഒരു മാവ് ഇതിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ച് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അത്യാവശ്യം ഒരു സ്ക്വയർ ഷേപ്പിലല്ലേ ഇത് വാങ്ങിക്കാൻ കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ ഞാനൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് തന്നെ ലെവൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഫ്രിഡ്ജിനകത്ത്, ഫ്രീസറിനകത്തൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിനകത്ത് ഒരു 20 മിനിറ്റ് വെക്കാം. അപ്പം ഞാനൊരു 15 മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് തന്നെ ഇത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് അത്യാവശ്യം സോഫ്റ്റും ആയിരിക്കും. ഇനി ഇത് പാത്രത്തിനകത്ത് മാറ്റുന്നതിനായിട്ട് ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് ഒന്ന് വിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ കമിഴ്ത്തി കണ്ടില്ലേ പ്ലേറ്റിനകത്തോട്ടേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഇനി നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന രീതിയിൽ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ചെറിയ കണ്ടില്ലേ, നമ്മൾ പണ്ട് വാങ്ങിക്കുമ്പോൾ എനിക്കൊന്ന് ഇതിനേക്കാളും ചെറിയ സൈസസ് ആയിട്ടാണ് നമുക്കൊക്കെ കടകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനൊരു അത്യാവശ്യം ഒരു സൈസിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് തൊടുമ്പോഴൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറിലാണ്. പിന്നെ ഫ്രിഡ്ജിനകത്ത് തന്നെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.